ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 1-5 ഗോളുകൾക്കാണ് സാൽസ്ബർഗിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളെല്ലാവരും ഗംഭീര പ്രകടനം നടത്തുകയായിരുന്നു. അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തകർപ്പൻ വിജയം ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. റോഡ്രിഗോ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. എംബപ്പെ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം 2 അസിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തിളങ്ങിയ ഒരു മത്സരം കൂടിയാണ് ഇത്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഗംഭീര വിജയം റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ 55 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും 4 ഗോളുകൾ നേടിക്കൊണ്ട് വിജയം ഉറപ്പാക്കാൻ റയൽ മാഡ്രിഡിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതായാലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പോയിന്റ് പട്ടികയിൽ അവരിപ്പോൾ ഉള്ളത് 16ാം സ്ഥാനത്താണ്. 7 മത്സരങ്ങളിൽ നിന്ന് 4 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 12 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. ഇന്നലെ നടന്ന മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഫ്രഞ്ച് വമ്പന്മാരായ PSG 2-4 ഗോളുകൾക്കാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോൾ രഹിത സമനിലയായിരുന്നു. പിന്നീട് രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ മാഞ്ചസ്റ്റർ സിറ്റി നേടി. ഗ്രീലിഷ്, ഏർലിംഗ് ഹാലൻഡ് എന്നിവരായിരുന്നു ഗോളുകൾ നേടിയിരുന്നത്. അതിനുശേഷം PSG-യുടെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 4 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് PSG ഈ മത്സരത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഡെംബെലെ, ബാർക്കോള, നെവസ്, ഗോൺസാലോ റാമോസ് എന്നിവരായിരുന്നു PSG-ക്ക് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത്. ഈ വിജയം തീർച്ചയായും PSG-യെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിലവിൽ 22ാം സ്ഥാനത്താണ് PSG ഉള്ളത്. 7 മത്സരങ്ങൾ കളിച്ചപ്പോൾ 3 വിജയങ്ങൾ നേടിക്കൊണ്ട് 10 പോയിന്റാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ മറ്റു ഫലങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. AC മിലാൻ സ്പാനിഷ് ക്ലബ്ബായ ജിറോണയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അവരുടെ വിജയം. പോർച്ചുഗീസ് താരമായ റഫേൽ ലിയാവോയാണ് ആ ഗോൾ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആഴ്സണൽ ഡൈനാമോ സാഗ്രെബിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. റൈസ്, ഹാവേഴ്സ്, ഒഡിഗാർഡ് എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെൽറ്റിക് ഏകപക്ഷീയമായ ഒരു ഗോളിന് യങ് ബോയ്സിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു മത്സര ഫലം ബയേൺ മ്യൂണിക്കിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളതാണ്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫയനൂർദ് ബയേണിനെ ഇപ്പോൾ അട്ടിമറിച്ചിട്ടുള്ളത്. മോശം പ്രകടനമാണ് ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്റർ മിലാന് ഇന്നലെ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാർട്ട പ്രാഗിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു റിസൾട്ടുകൾ വരുന്നത്. ഏതായാലും PSG-യും റയൽ മാഡ്രിഡും വിജയങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ബയേണിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും അടി പതറുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.